ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും വളരെ കുറഞ്ഞ ചേരുവകളും മാത്രം ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആയിട്ടാണ്. ഇത് നല്ലൊരു സ്റ്റോറേജ് സ്നാക്ക് കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാക്കറ്റ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് വറുക്കാത്ത റവ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ എള്ളും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നോർമൽ വാട്ടറാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോഴേ ശരിക്കുള്ള മാവിൻ്റെ പാകം അറിയാൻ കഴിയൂ. ഇപ്പോൾ ഇത് മാവ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് മാവ് എടുത്തിട്ട് ചെറിയ ഉരുളയാക്കി എടുക്കാം. ശേഷം ഗോതമ്പ് പൊടിയിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്തിയെടുത്ത് കുറച്ചൊന്ന് കട്ടിയോടെ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നാൽ ഓവർ കട്ടിയായി പോവുകയും ചെയ്യരുത്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കുന്നതായതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇതാ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ മാവ് ഇതാ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതായി വേസ്റ്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞി പത്തിരി നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഉരുള ഉണ്ടാക്കി പരത്തി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ വലുതായിട്ട് പരത്തി എടുത്തിട്ട് ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കുഞ്ഞി പത്തിരികളായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ നോക്കി ഇതിൻ്റെ ഒരു സൈഡെല്ലാം മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, രണ്ട് സൈഡും നല്ല പെർഫെക്റ്റ് ആയി തന്നെ മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള വീറ്റ് തട്ടൈ റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ. ഇതുപോലെ മറ്റുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ട ഒട്ടും എണ്ണമയമേ ഇല്ല. ഇതൊരു 3 വീക്സ് ഒക്കെ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീറ്റ് തട്ടൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.